എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മൊബൈൽ ഫോണിലെ ഇൻ്റർനെറ്റ് നമ്മൾ സിസ്റ്റവുമായിട്ട് ഷെയർ ചെയ്യാൻ നേരത്ത് ചില സമയത്ത് കാണിക്കുന്നതാണ് നോ ഇൻ്റർനെറ്റ് ആക്സസ് എന്ന്. സോ ഇങ്ങനെ ഒരു എറർ വന്നാൽ ആ ഒരു എറർ വളരെ എളുപ്പം എങ്ങനെ മാറ്റിയെടുക്കാമെന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇത് ചെയ്യാനായിട്ട് നമുക്ക് വലിയ സ്റ്റെപ്സ് ഒന്നും ആവശ്യമില്ല, വളരെ ചെറിയൊരു സ്റ്റെപ്പിലൂടെ ഈ ഒരു എറർ നമുക്ക് മാറ്റാൻ വേണ്ടി പറ്റും. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ വീഡിയോയിലോട്ട് കിടക്കാം. ഗൈസ്, അപ്പോൾ നമുക്ക് ആദ്യം വൈഫൈ ഓൺ ആക്കിയിട്ട് നമ്മുടെ വൈഫൈ കണക്ട് ചെയ്യാം. ഇപ്പോൾ നമുക്ക് നോക്കിയാൽ കാണാം നമ്മുടെ വൈഫൈ കണക്റ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്തിട്ട് എന്തെങ്കിലും സെർച്ച് ചെയ്ത് നോക്കാം. ഇപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം നമ്മളിപ്പോൾ ഓൾറെഡി കണക്റ്റഡ് ആണ്. അതിന് നമുക്ക് എന്തെങ്കിലും ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ട് സെർച്ച് കൊടുക്കാം. പക്ഷേ ഇപ്പം നിങ്ങൾക്ക് നോക്കിയാൽ കാണാം നമ്മൾ കണക്റ്റഡ് ആണെങ്കിലും നമുക്ക് നെറ്റ് കിട്ടുന്നില്ല. ഇനി നമുക്കിതെങ്ങനെ കറക്റ്റ് ചെയ്യാൻ നോക്കാം. അതിനായിട്ട് നമുക്ക് ആദ്യം സെർച്ച് ക്ലിക്ക് ചെയ്തിട്ട് കമാൻഡ് പ്രോംപ്റ്റ് എന്ന് സെർച്ച് ചെയ്യാം. എന്നിട്ട് നമുക്ക് റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് റൺ ആസ് അഡ്മിനിസ്ട്രേറ്റർ സെലക്ട് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ കമാൻഡ് പ്രോംപ്റ്റ് ഓണായി വന്നിട്ടുണ്ട്. ഇനി ഇവിടെ നമുക്കൊരു കമാൻഡ് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. NET സ്പേസ് WINSOCK സ്പേസ് RESET കാറ്റലോഗ് CATALOG എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് എൻ്റർ അടിക്കാം. ഇപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം സക്സസ്ഫുള്ളി റീസെറ്റ് ദ വിൻസോക്ക് കാറ്റലോഗ്. യു മസ്റ്റ് റീസ്റ്റാർട്ട് ദ കമ്പ്യൂട്ടർ ഇൻ ഓർഡർ ടു കംപ്ലീറ്റ് ദ റീസെറ്റ് എന്നാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ സിസ്റ്റം ഒന്ന് റീസ്റ്റാർട്ട് ചെയ്യാം. അങ്ങനെ നമ്മുടെ കമ്പ്യൂട്ടർ റീസ്റ്റാർട്ടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് വൈഫൈ എടുത്തിട്ട് ഒന്നുകൂടി നമ്മുടെ വൈഫൈ കണക്ട് ചെയ്ത് നോക്കാം. ഇപ്പോൾ നമ്മുടെ വൈഫൈ കണക്റ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ ചെയ്തതുപോലെ ഗൂഗിൾ ക്രോം എടുത്തിട്ട് എന്തെങ്കിലും ഒരു വാക്ക് സെർച്ച് ചെയ്ത് നോക്കാം. ഗൈസ്, ഇപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം നമ്മുടെ സൈറ്റ് നമുക്ക് കിട്ടുന്നുണ്ട്. ഇനി നമുക്ക് എന്തെങ്കിലും ഒരു വാക്ക് ടൈപ്പ് ചെയ്തിട്ട് ഒന്ന് ട്രാൻസ്ലേറ്റ് ചെയ്ത് നോക്കാം. സോ ഇപ്പോൾ നമുക്ക് പറയാൻ പറ്റും നമ്മുടെ സിസ്റ്റത്തിൻ്റെ ആ ഒരു എറർ പോയിട്ട് നമ്മുടെ സിസ്റ്റം ഇൻ്റർനെറ്റുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ടെന്ന്. അതായത് നോ ഇൻ്റർനെറ്റ് ആക്സസ് എന്ന് പറയുന്ന ആ ഒരു എറർ നമ്മുടെ സിസ്റ്റത്തിൻ്റെ അകത്തുനിന്ന് പോയിട്ടുണ്ടെന്ന്. ഇങ്ങനെയാണ് നമ്മൾ ഇൻ്റർനെറ്റുമായിട്ട് നമ്മുടെ സിസ്റ്റം കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിലും നോ ഇൻ്റർനെറ്റ് ആക്സസ് എന്ന് പറയുന്ന ആ ഒരു എറർ വന്നു കഴിഞ്ഞാൽ ആ ഒരു എറർ ഒരൊറ്റ കമാൻഡ് കൊണ്ട് റെക്ടിഫൈ ചെയ്യുന്നത്. മീൻസ് അപ്പോൾ നമ്മളിന്ന് ചെയ്ത വീഡിയോ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. മാത്രമല്ല നിങ്ങൾക്ക് എന്തെങ്കിലും ഫീഡ്ബാക്കോ ഡൗട്ടോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് നിങ്ങൾക്ക് നമ്മുടെ വീഡിയോ തന്നെ കമൻറ്റായിട്ട് രേഖപ്പെടുത്താം. പുതിയൊരു വീഡിയോയിൽ പുതിയൊരു അറിവുമായി കാണുന്നവരെ ഇസ്മി നെവിൻ സൈനിങ് ഓഫ്.